എപ്പിസോഡിന്റെ ആരംഭത്തിൽ പ്രേതം ഓരോ മന്ത്രവാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഫ്ലുവൻസർ മന്ത്രവാദീനെ തകർക്കാനായിട്ട്. എന്നാൽ അവൻ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോയിന്റെ നിലവിളി കേൾക്കുകയാണ്, അമ്മ എന്നെ വിട്ടുപോകല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ തന്നെ പ്രേതത്തിന് മനസ്സിലായി, അതായത് ഹീറോയിന്റെ അമ്മ മരിച്ചു എന്നുള്ള കാര്യം. ഇതൂടെ അറിഞ്ഞപ്പം അവൻ കുറ്റബോധം അടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇതേ നേരം ഡോറിന്റെ പുറത്ത് ഇൻഫ്ലുവൻസർ മന്ത്രവാദി അവന്റെ ഡോറ് തുറക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് അകത്ത് കയറി നോക്കുമ്പം പ്രേതം അകത്തില്ല. പ്രേതം അവിടുത്തെ ജനൽ വഴി പുറത്ത് ചാടിപ്പോയി. പ്രേതം വിചാരിച്ചില്ല കേട്ടോ അമ്മ മരിച്ചു പോകുന്നു. ഇൻഫ്ലുവൻസർ മന്ത്രവാദിക്കെതിരെയാണ് പൂജകൾ ചെയ്തത്. എന്നാൽ അമ്മ ഇൻഫ്ലുവൻസർ മന്ത്രവാദിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൂജയെല്ലാം അമ്മയുടെ ദേഹത്തോട്ട് ആവാഹിച്ച്, അതുകൊണ്ടാണ് അമ്മ മരിച്ചു പോയിട്ടുള്ളത്. അടുത്ത സീനിൽ ഹീറോനെ കാണിക്കുകയാണ്. ഹീറോ ആ സ്വപ്നത്തിൽ കാട്ടിൽ നിൽക്കുകയാണ്. അന്നേരം അവന്റെ അടുത്തോട്ട് നമ്മുടെ പ്രേതം ഇല്ലേ, സോൾജർ പ്രേതം, ഇപ്പൊ പ്രേതമല്ല, അവൻ ആ സ്വപ്നത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. അവന്റെ പാസ്റ്റില്, ആ സോൾജറിന്റെ പാസ്റ്റില് ആ സോൾജർ വന്ന് ചോദിക്കുകയാണ്, നിങ്ങളൊരു നല്ല വ്യക്തിയാണോന്ന്. എന്നാൽ ഹീറോയ്ക്ക് അതിന്റെ മറുപടി അറിയത്തില്ല. എനിക്ക് തന്നെ അറിയത്തില്ല ഞാനൊരു നല്ല വ്യക്തിയാണോ എന്ന്. എന്നാൽ ആ സോൾജർ പറയുന്നത്, ഞാൻ എന്തായാലും ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്നും പറഞ്ഞിട്ട് ആ തോക്കെടുത്ത് അവനെ ചൂണ്ടുകയാണ്. അവൻ ഷൂട്ട് ചെയ്യുന്നത് കാണിച്ചിട്ട് സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ ഇൻഫ്ലുവൻസർ മന്ത്രവാദിനെ ഹീറോയിൻ പിടിക്കുകയാണ്. ഇൻഫ്ലുവൻസർ മന്ത്രവാദി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കുന്നുണ്ട് ആ പ്രേതത്തിനെ പിടിക്കാനായിട്ട്. എന്നാൽ ഹീറോയിൻ സമ്മതിക്കുന്നില്ല. ഇനി അവർ പോയി വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിച്ചാലോ ബാക്കിയുള്ളവരായിരിക്കും അനുഭവിക്കുന്നത്. അമ്മ മരിച്ചത് തന്നെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ, ഇനി എന്തൊക്കെ വന്നാലും ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും, പക്ഷെ നിങ്ങൾ വീടിന്റെ പുറത്തിറങ്ങത്തില്ല. ഇതും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ എന്തോ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല, എന്തോ ഉറപ്പിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഹീറോയിനും ഡേറ്റ് ചെയ്യുന്നതാണ്. പ്രേതമല്ല, ഹീറോയിനും അവർ സന്തോഷപ്പെട്ട് ഡേറ്റ് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ എന്താ നടന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അവരിപ്പോ ഡേറ്റ് ചെയ്യാണ്. നല്ല സന്തോഷമുണ്ട്, ഐസ്ക്രീം വാങ്ങിച്ച് കഴിയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട്. അവരുടെ നല്ല സമയങ്ങളൊക്കെ അവർ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഈ നേരം ഇൻഫ്ലുവൻസർ മന്ത്രവാദി ഇല്ലേ, വീട്ടിൽ കെട്ടിയിട്ടേക്കാണ്. അവരാണെങ്കിൽ നമ്മുടെ ആൺമന്ത്രവാദിനെ വിളിക്കുന്നത്, എന്നെ ഒന്ന് അഴിച്ചു വിട്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞിട്ട്. ഇവരുടെ കരച്ചിൽ കേട്ടിട്ട് ആൺമന്ത്രവാദിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ കൂട്ടുകാരിയില്ലേ, അങ്ങനെ അവിടെ ചെന്ന് നോക്കുകയാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. അവരെ കട്ടിലിൽ പിടിച്ച് കെട്ടിവെച്ചേക്കാണ് ഇറങ്ങി പോവാതിരിക്കാനായിട്ട്. ഇന്നേരം മന്ത്രവാദി പറയുന്നുണ്ട്, ഇൻഫ്ലുവൻസർ മന്ത്രവാദി, നിങ്ങൾക്കറിയത്തില്ല ആ സാത്താന്റെ ശക്തി എത്ര ആണെന്ന്. ആ സാത്താൻ ആരുടെ കൂടെ നടക്കുന്നു അതൊരു പകർച്ചവ്യാധി പോലെയാണ്. ആദ്യം അവിടുത്തെ ജീവികളെ ബാധിക്കും, പിന്നെ ബാക്കിയുള്ള മനുഷ്യരെ ബാധിക്കും, അവസാനം എല്ലാ മനുഷ്യരും മരിക്കും. അത് കണക്കാണ് ആ പ്രേതം. അതുകൊണ്ട് ഹീറോയിനെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, അവളെ ഒറ്റയ്ക്കാക്കല്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അഴിച്ചുവിടാനും പറയുന്നുണ്ട്. ഈ നേരം ഹീറോന്റെ സ്വപ്നത്തിലാണ് കേട്ടോ. ഇത് ഒറിജിനലായിട്ട് നടക്കുന്നതല്ല, അവർ ഡേറ്റ് ചെയ്യാണ് സ്വപ്നത്തിനകത്ത്. ഇപ്പൊ ഹീറോയാണ് അവിടെ ഉള്ളത്. ഹീറോന്റെ അടുത്ത് വന്ന് ഡേറ്റ് ചെയ്ത് അവർ രണ്ടുപേരും കൂടെ ഐസ്ക്രീം കഴിക്കുകയാണ്. അതുപോലെ തന്നെ അവൻ അവളുടെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവൾ എന്താ പറയുന്നതെന്ന് അറിയാമോ, നീ എന്റെ ഫസ്റ്റ് ലവ് ആണ്, അതുപോലെ തന്നെ ഇതെന്റെ ഫസ്റ്റ് കിസ് ആണ്. ഇതും പറഞ്ഞ് അവനൊരു മുത്തം കൊടുക്കുകയാണ്. ഈ മുത്തം കൊടുക്കുന്ന സമയത്ത് അവളുടെ കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവ മയങ്ങി പോകുന്നുണ്ട്. അവനോട് ഞാൻ എന്തായാലും നിനക്ക് വേണ്ടി ഗ്രാജുവേഷൻ സെറമണിയുടെ അന്ന് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവൾ പോണേന് മുമ്പ് പ്രേതത്തിനെ വിളിക്കുന്നുണ്ട്, പ്രേതമേ ഇറങ്ങി വാ, നമുക്ക് പോകാൻ സമയമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവന്റെ ദേഹത്ത് നിന്ന് പ്രേതം ഇറങ്ങി വരുന്നുണ്ട്. ഹീറോയിന് നല്ല വിഷമമുണ്ട് കേട്ടോ, ഹീറോയിനെ ഒറ്റയ്ക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ എന്തോ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്, നല്ല വിഷമത്തിലാണ് അതുവഴി നടന്നു പോകുന്നത്. കൂടെ തന്നെ ആ പ്രേതമുണ്ട്. അവൾ ആ നേരം ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. അവളുടെ അമ്മയ്ക്ക് അവള് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനി എന്തൊക്കെ വന്നാലും അവള് നേരായ പാതയിലേ പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവളുടെ കൂടെ വരുന്ന ആൾക്കാരെല്ലാരും നേരായ പാതയിൽ സഞ്ചരിക്കും. അതുകൊണ്ട് തന്നെ അവളെ ഫോളോ ചെയ്യാൻ പറയുകയാണ് പ്രേതത്തിനോടെ. ഹീറോയിനും പ്രേതവും പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഹീറോ ഉറക്കത്തിൽ നിന്ന് എണീക്കും, ബോധത്തിലോട്ട് വരും. അവൻ നോക്കുമ്പം അവിടെ ആരെയും കാണാനില്ല. അവൻ വിഷമിച്ച് സങ്കടപ്പെട്ട് അവിടെ അവളുടെ പേര് വിളിച്ച് നടക്കുകയാണ്, എവിടെ പോയി എന്ന് ചോദിച്ചിട്ട്. എന്നാലും അവന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവൻ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇവിടെ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. അതായത് ഹീറോയിൻ അവരെ വിട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട് കേട്ടോ, എവിടെ പോയതാന്ന് അറിയത്തില്ല. ഇവരിപ്പോ സാധാരണ പോലെ ക്ലാസ്സിലൊക്കെ വന്ന് പഠിക്കുകയാണ്. പക്ഷെ ഇവരെല്ലാം വേറെ വേറെ ക്ലാസ്സിലായിട്ടുണ്ട്. ഹീറോയും കൂട്ടുകാരനും വേറെ ക്ലാസ്സിലായിട്ടുണ്ട്, വേറെ ഡിവിഷൻ. ഇപ്പൊ അവർ +2 പഠിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ പഴയ കൂട്ടുകാരെല്ലാം ലഞ്ച് ടൈമിൽ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ബുള്ളിപ്പയ്യന്മാര് സിഗരറ്റ് വലിയൊക്കെ നിർത്തി. കാരണം അവന് കൂട്ടുകാരി പെൺകുട്ടിയെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആസ്മ ഉള്ളതുകൊണ്ട് അവൻ വലിക്കാറില്ല. അതിന് പകരം ലോലിപോപ്പാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ആരെങ്കിലും ആ സ്കൂളിൽ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ അവന്മാരെ വലിക്കാൻ സമ്മതിക്കത്തില്ല. പകരം ഒരു ലോലിപോപ്പ് കൊടുക്കും അവന്മാർക്ക് കഴിക്കാനായിട്ട്, സിഗരറ്റ് നിർത്താനായിട്ട്. പിന്നെ ഹീറോ ഒരുപാട് ഗോൾഡ് മെഡൽ വാങ്ങാൻ തുടങ്ങി. അവൻ ആർച്ചറിയിൽ അടിപൊളിയായി തുടങ്ങി. സാറിനൊക്കെ നല്ല സന്തോഷം. പതിയെ ഓരോ പ്രാവശ്യം ഗോൾഡ് മെഡൽ കിട്ടുമ്പോഴും അവന്റെ എക്സൈറ്റ്മെന്റ് കുറഞ്ഞു വന്ന് ഇപ്പൊ അവർ ഒരു റോബോട്ടിനെ പോലാണ് പെരുമാറുന്നത്. ഇതൊക്കെ ആരുടെ വോയിസ് ഓവറിലാ പറയുന്നതെന്ന് അറിയാമോ? ഇതെല്ലാം കൂട്ടുകാരന്റെ വോയിസ് ഓവറിലാ പറയുന്നത്. ഒരു ദിവസം ഹീറോ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോവാണ്. ഇവനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ കൂട്ടുകാരനും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലവേഴ്സ് കൊണ്ടുവന്ന് ഇവന് ഒരു പെൺകുട്ടി പണ്ട് തീയിൽ പെട്ടില്ലായിരുന്നു, ആ പെൺകുട്ടിക്കാണ് കൊണ്ടു കൊടുക്കുന്നത്. ഇവ സന്തോഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ പെൺകുട്ടി. ഇവർ രണ്ടുപേരും കൂടെ ഒരിടത്തിരുന്ന് സംസാരിക്കുകയാണ്. അന്ന് അവിടെ തീ പിടിക്കാൻ കാരണം ഈ പെൺകുട്ടിയാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, അത് പറയുന്നില്ല. പക്ഷേ അതിന്റെ കുറ്റം ഏറ്റെടുത്തത് ഹീറോയാണ്. ഈ കുറ്റബോധത്തിലാണ് ആ
പെൺകുട്ടി ഇവനോട് സന്തോഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞത്. ആ പെൺകുട്ടി കത്തിച്ചതിന്റെ കുറ്റം മൊത്തം ഹീറോയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിനുള്ള കുറ്റബോധം ആ പെൺകുട്ടിക്കുണ്ട്. അവൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ഇവനോട് ദേഷ്യവും വൈരാഗ്യവും. അവരവിടെ ഇരുന്ന് അവരുടെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ പെൺകുട്ടി ആർച്ചറിയിലോട്ട് തിരിച്ചു വരുന്നെന്ന് പറയുന്നുണ്ട്. അവളും ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ ഇവർ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു. എന്തായാലും ഇനി വരുന്ന ഫ്യൂച്ചർ കോമ്പറ്റീഷനിൽ കാണാന്ന് പറഞ്ഞിട്ട് ഹീറോന്റെ ഫോണില് അവന്റെ ഫോണില് അവളെ എച്ച് എന്നാണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് മാറ്റിയിട്ട് അവളുടെ പേര് തന്നെ സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈന എന്നാണ് പേര്. പിന്നീട് പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് അവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ പുറത്ത് നിൽപ്പുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ട് സന്തോഷപ്പെട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന്. ഇത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് ഹൈസ്കൂളിന്റെ ഗ്രാജുവേഷൻ സെറമണിയാണ്. ഇവർ പഠിച്ച സ്കൂളിൽ നിന്ന് ഇവർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അന്നേരം ഹീറോ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. ഹീറോയിൻ ഇല്ലല്ലോ. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഇവിടെ നിന്ന് ഗ്രാജുവേഷൻ വാങ്ങിച്ച് കോളേജിൽ പോയി അവിടുത്തെ ലൈഫ് എൻജോയ് ചെയ്യണമെന്ന്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന കണക്ക് കോളേജ് അത്ര അടിപൊളിയൊന്നുമല്ല, പഠിച്ചവർക്ക് അറിയാം. പിന്നെ അവളുടെ ഒരു ആഗ്രഹമാണ്, ആദ്യമായിട്ടൊരു എക്സൈറ്റ്മെന്റ്. അവൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ കൂട്ടുകാരൻ വന്ന് അവനോടൊരു ഫോട്ടോ എടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അവർ രണ്ടുപേരും ഫോട്ടോ എടുക്കുകയാണ്. അവരുടെ നടുക്ക് നമ്മുടെ ഹീറോയിൻ ഉള്ള രീതിയിൽ അവർ ആലോചിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ഒരു തർക്കമുണ്ട്. ഹീറോയിൻ ഇത്ര പൊക്കേ ഉള്ളൂ, അതുകൊണ്ട് അവള് പൂ താത്തായിരിക്കും പിടിക്കുന്നത്. ഹീറോയിന് നല്ല പൊക്കമുണ്ട്, അതുകൊണ്ട് അവള് പൊക്കിയായിരിക്കും പിടിക്കുന്നത്. അങ്ങനെ തർക്കമുണ്ട്. ഇവരുടെ തർക്കം കണ്ടിട്ട് കൂട്ടുകാരി പെൺകുട്ടി വന്നിട്ട് അവളുടെ കറക്റ്റ് ഹൈറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. അവൾ ഇത്ര പൊക്കത്തിലായിരിക്കും ആ ഫ്ലവേഴ്സ് എടുത്ത് വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് അവള് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇവന്മാർക്ക് രണ്ടുപേർക്കും. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൂട്ടുകാരി ഉണ്ടല്ലോ വിഷമിച്ച് കരയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവര് നല്ല കൂട്ടുകാരായിരുന്നു, കൂട്ടുകാരിയും ഹീറോയിനും. അങ്ങനെ ഗ്രാജുവേഷൻ സെറമണിയൊക്കെ കഴിഞ്ഞ് ഹീറോ നേരെ വരുന്നത് ഹീറോയിന്റെ വീട്ടിലാണ്. അവിടെ വന്ന് അവരുടെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ബാക്കിൽ നിന്ന് ഇൻഫ്ലുവൻസർ മന്ത്രവാദി കയറി വരുന്നുണ്ട്. ഇൻഫ്ലുവൻസർ മന്ത്രവാദി ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? പഴയ പോലെ ദുഷ്ടശക്തിയല്ല, നല്ലൊരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. അവര് വന്നിട്ട് അവനോട് പറയുന്നത് ഹീറോയിൻ മരിച്ചിട്ടില്ല, ഹീറോയിൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ വരേണ്ടതാണ്. അവളുടെ ദേഹത്ത് തന്നെ ആ പ്രേതം ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്, അവളുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവള് സാധാരണപ്പെട്ട ആൾക്കാരെ ദ്രോഹിക്കാനുള്ള സാധ്യത കൂടുതലാണ്, അവളെ കൊന്നു കളയണമെന്ന്. എന്നാൽ ഹീറോയ്ക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ പറയുന്നത് നിങ്ങളും ഒരു ദുഷ്ടശക്തിയല്ലേ. എന്നാൽ ഇൻഫ്ലുവൻസർ മന്ത്രവാദി, ഞാൻ ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു, ഞാനും നല്ലൊരു മനുഷ്യ സ്ത്രീയായിരുന്നു, പിന്നീട് എന്റെ അവസ്ഥ കൊണ്ട് അങ്ങനെ ആയതാണ്. ഇപ്പൊ ഹീറോയിനും അവളുടെ അവസ്ഥ കൊണ്ട് അങ്ങനെ ആവും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ കുറെ പെട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ആ പെട്ടിയിൽ നിന്ന് ഒരു കത്തി എടുത്ത് അവർ കൈ പിടിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസർ മന്ത്രവാദി ഇത് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അതിനകത്തൊരു അമ്പും വില്ലും ഉണ്ട്. അവൻ അതെടുത്ത് കൈ പിടിക്കുന്നുണ്ട്. ഇത് കൈ പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഇവനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ഇൻഫ്ലുവൻസർ മന്ത്രവാദി അവിടെ നിൽപ്പുണ്ട്. ഇവർക്ക് എന്തോ പ്ലാൻ ഉണ്ട് ഇവനെ വെച്ചിട്ട്. ഇനി ഇവര് നന്നായോ നന്നായില്ലേ ഒന്നും അറിയാൻ പാടില്ല, ഇനി നമുക്ക് അറിയാം. ഈ അമ്പും വില്ലും എടുത്തുകൊണ്ട് നേരെ പോയിക്കുന്നത് ആൺമന്ത്രവാദിയുടെ വീട്ടിലാണ്. അവിടെ ചെന്നിട്ട് ദൈവത്തിന് നേരെ അമ്പും വില്ലും ചൂണ്ടിയിട്ട് അവന് മന്ത്രക്കാട് തരുമെന്ന് ചോദിക്കുകയാണ്. അതായത് ഭീഷണിപ്പെടുത്തി ചോദിക്കുകയാണ്. അവൻ സാധാരണ ഒരു മനുഷ്യനായോണ്ട് അയാൾ ഉണ്ടാക്കി കൊടുക്കൂലല്ലോ, അതുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി ചോദിക്കുകയാണ്, ഇത് നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ ഈ ദൈവത്തിന്റെ തല ഉടച്ചു കളയുമെന്ന് പറഞ്ഞിട്ട് പ്രതിമയിൽ കാണിച്ചിട്ട്. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് ആൺമന്ത്രവാദി മന്ത്രക്കാട് കൊടുക്കുന്നുണ്ട്. ഇവൻ ഇതും വാങ്ങിച്ച് നന്ദിയും പറഞ്ഞ് അവിടുന്ന് പോവാണ്. ഇവൻ പോയ ഉടനെ ആൺമന്ത്രവാദി ഫോൺ എടുത്ത് ഇൻഫ്ലുവൻസർ മന്ത്രവാദിയെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഇൻഫ്ലുവൻസർ മന്ത്രവാദി പറയുന്നത് നമ്മുടെ പ്ലാൻ അനുസരിച്ച് എല്ലാം നടക്കുന്നുണ്ട്, ഇനി അവൻ ആ മന്ത്രക്കാട് ചോദിച്ചു വരുവാണെങ്കിൽ അത് കൊടുക്കണം, കൊടുക്കാതിരിക്കാൻ പാടില്ല എന്ന്. ഇതും പറഞ്ഞ് ഫോൺ കട്ടാക്കാണ്. അന്നേരമാണ് അങ്ങോട്ട് നമ്മുടെ സ്റ്റാഫ് കയറി വരുന്നത്. സ്റ്റാഫ് കയറി വന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് എന്റെ അടുത്തോടൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇൻഫ്ലുവൻസർ മന്ത്രവാദി ഒരു മടിയും കൂടാതെ അത് പറഞ്ഞു കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, ഇൻഫ്ലുവൻസർ മന്ത്രവാദി ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഹീറോയിനെ കണ്ടുപിടിക്കാനായിട്ട്. അത് ഹീറോ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അവൻ അത്രയും ഡെഡിക്കേഷനോടെ ഹീറോയിനെ കണ്ടുപിടിക്കും. എന്നാൽ മന്ത്രവാദിക്ക് അത് അത്ര പോസിബിൾ അല്ല, അവരെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇത്രയും നാളെ അന്വേഷിച്ചിട്ടും. എന്നാൽ ഹീറോയെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അവനെ വെച്ച് ഹീറോയിനെ കണ്ടുപിടിച്ചിട്ട് അവസാനം അവളെ കൊന്നു കളയും. ആ പ്രേതത്തിനെ നശിപ്പിക്കാൻ വേറെ വഴിയില്ല, അവളെ കൊന്നു കളഞ്ഞാൽ മാത്രമേ ആ പ്രേതത്തിനെ നശിപ്പിക്കാൻ പറ്റൂ. ഇതറിഞ്ഞ് സ്റ്റാഫ് ഞെട്ടുന്നുണ്ട്. പക്ഷെ ഇവർക്ക് വേറെ വഴിയില്ല ആ പ്രേതത്തിനെ നശിപ്പിക്കാനായിട്ട്. ഈ പ്രേതത്തിനെ ഇങ്ങനെ ആക്കിയതും ഇൻഫ്ലുവൻസർ മന്ത്രവാദിയാണ്. ഇനി നശിപ്പിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇൻഫ്ലുവൻസർ മന്ത്രവാദി ആയിരിക്കാം. എന്തായാലും ഇവർ ചെയ്ത ആ കുറ്റത്തിനുള്ള പരിഹാരമൊക്കെ ഇവർ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആൾക്കാരെ ദ്രോഹിച്ചിട്ടാന്നേ ഉള്ളൂ. പിന്നീട് ഹീറോ അമ്പും വില്ലുമായിട്ട് രാത്രി ഇറങ്ങും. ഓരോ പ്രേതത്തിനെയും ചെന്ന് ഷൂട്ട് ചെയ്യും. അവരെ പിടിച്ചു വെച്ച് ചോദിക്കും ഹീറോയിനെ അറിയാമോന്ന്. അങ്ങനെ ഒരു ദിവസം ഒരു മുഖമില്ലാത്ത പ്രേതത്തിനെ ഓട്ടിച്ചിട്ട് പിടിച്ച് അതിന്റെ തലയിൽ ആ മന്ത്രക്കാട് അടിച്ചേൽപ്പിക്കുന്നുണ്ട് അമ്പും വില്ലും വെച്ച്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ പ്രേതം ഇവന്റെ അടിമയായിട്ട് മാറും. ഇവൻ മാസ്റ്ററാണ്. ഇവൻ പറയുന്നത് ആ പ്രേതം ചെയ്യണം. ഇവൻ ആ പ്രേതത്തിന്റെ അടുത്ത് ചെന്ന് എന്തോ പറയുന്നുണ്ട്. മിക്കവാറും ഹീറോയിനെ കണ്ടുപിടിച്ച് തരാൻ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ അവൾ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പറയുന്നതായിരിക്കും. അവൾ എവിടാന്ന് ആർക്കും അറിയത്തില്ല, എന്താ ചെയ്യുന്നതെന്നും അറിയത്തില്ല. കുറെ കാലം ഹീറോ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അവളെ. ആ സ്ഥലത്തിന്റെ മാപ്പിൽ എല്ലാം അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. ഓരോ സ്ഥലത്ത് അവൻ ഓരോ രാത്രിയും വേട്ടയ്ക്ക് പോകും. ഓരോ പ്രേതത്തിനെ പിടിച്ചും ചോദിക്കും, നശിപ്പിച്ചും കളയും ചില പ്രേതത്തിനെ, പറഞ്ഞില്ലേ. അങ്ങനെ ഒരു ദിവസം ഹീറോയും സാറും കൂടെ ഇരുന്നിട്ട് ഏതോ ഒരു കടയിലിരുന്ന് കുടിക്കുകയാണ്. ഹീറോ കുടിക്കുന്നില്ല, സാറ് കുടിച്ച് കിണ്ടിയായിട്ടുണ്ട്. സാറ് പറയുന്നത് ഇവർ 2 മാസമായിട്ട് പ്രാക്ടീസിന് വന്നിട്ടില്ല ആർച്ചറിക്ക്. ഇവൻ അതിനു പകരം മലയിൽ പോയിട്ടാണ് ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്നത്
ചെയ്യുന്നതെന്നാണ് സാറ് പറയുന്നത്. ഇവൻ ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്നതല്ല, പ്രേതത്തിന് അടിച്ചിടാൻ പോകുന്നതാണ്. ഇത് സാറിന് അറിയത്തില്ല. എന്നാൽ ഇവൻ പറയുന്നത്, സാറേ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഒരു പെൺകുട്ടി നമ്മുടെ അടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വരാതായ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫീലിങ്സ്? ഇത് കേൾക്കുമ്പോൾ സാറിന് മനസ്സിലാവും ഇവന് നിരാശയാണ്, പ്രേമം പോയതിന്റെ നിരാശയാണെന്ന്. ഇവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ മറ്റേ പ്രേതം അങ്ങോട്ട് വരുന്നുണ്ട്. ഇവന്റെ അടിമയായിട്ടുള്ള പ്രേതം, തലയിൽ കാടൊട്ടിച്ച പ്രേതം ഇല്ലേ, അത് വന്നിട്ട് ഇവനെ വിളിക്കുന്നുണ്ട്. ഇവൻ ആ പ്രേതത്തിനെ ചെന്ന് കാണുമ്പോൾ ഈ പ്രേതം എന്തോ ഇവന്റെ ചെവിയിൽ പറയുന്നുണ്ട്. ഇതും കേട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. ഇവൻ പോയ ഉടനെ ഇൻഫ്ലുവൻസർ മന്ത്രവാദി അവിടെ വരുന്നുണ്ട്. ഇൻഫ്ലുവൻസർ മന്ത്രവാദി ആ സ്റ്റിക്കർ ആ പ്രേതത്തിന്റെ തലയിൽ നൂരിക്കളയാണ്. എന്നിട്ട് ആ പ്രേതത്തിനെ അവരുടെ അടിമയാക്കുകയാണ്. എന്നിട്ട് ആ പ്രേതത്തിനോട് അവൻ പറഞ്ഞത് എന്താണോ അത് കണക്ക് അക്ഷരം തെറ്റാതെ എന്റെ അടുത്തൂടെ പറയാം. ആ പ്രേതത്തിന്റെ എന്തൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ കേൾപ്പിക്കുന്നില്ല. പിന്നീട് നമ്മളൊരു കാടാണ് കാണിക്കുന്നത്. ആ കാട്ടിന്റെ നടുവിൽ ഹീറോയിൻ ഇരുന്ന് എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോഴും പൂജ ചെയ്യുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഈ നേരം തന്നെ ഹീറോ ആ കാട്ടിൽ വന്നിട്ടുണ്ട്, പക്ഷെ അവളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവനെ കുറെ പ്രേതങ്ങൾ ആക്രമിക്കുന്നുണ്ട്, മുഖമില്ലാത്ത പ്രേതങ്ങൾ. അതിനെല്ലാം നിസാരപൂർവ്വം അവൻ അവന്റെ അമ്മും വില്ലും വെച്ച് കൊന്നു കളയുകയാണ്. ഇവിടെ ഹീറോയിനെ കാണാനായിട്ട് ഇൻഫ്ലുവൻസർ മന്ത്രവാദി വന്നിട്ടുണ്ട്. ആ പ്രേതത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻഫ്ലുവൻസർ മന്ത്രവാദി വന്നിട്ട് ഹീറോയിനോട്, നീ എന്റെ കൂടെ വാ, ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇത് മോശപ്പെട്ടതാന്ന് പറയുമ്പോൾ പ്രേതം പുറത്തു വരികയാണ്. അതായത് ഹീറോയിന്റെ ഉള്ളിലാണ് പ്രേതം ഉള്ളത്. പ്രേതം പറയുന്നത്, നിങ്ങൾ എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നു കളയുന്നതാണ്. ഈ പ്രേതത്തിന് എത്ര വിളിച്ചിട്ടും അത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ചുറ്റിക ഉണ്ടായിരുന്നു. അതെടുത്ത് ആ പ്രേതത്തിനെ അടിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഒരു അമ്പും വില്ലും വന്ന് ആ ചുറ്റികേനെ അടിച്ച് ദൂരോട്ട് തെറിപ്പിക്കുകയാണ്. നമ്മുടെ ഹീറോയാണ് ആ അമ്പും വില്ലും വിട്ടത്. ഇത് കഴിഞ്ഞ് ഹീറോയും അവരുമായിട്ട് ഫൈറ്റ് നടക്കും. അവൻ വിളിച്ചു പറയുന്നുണ്ട്, ഓടിക്കോ ഓടിക്കോ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ മന്ത്രവാദിയെ അവളുടെ പിറകെ പോവാതെ ആക്കുന്നുണ്ട്. അമ്പും വില്ലും വെച്ചിട്ട് ഷൂട്ട് ചെയ്യും അവർ പിറകെ പോയാലേ. ഈ നേരം അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ കുറച്ച് ഓടുമ്പം തന്നെ പ്രേതം പുറത്തു വരും, ഹീറോയും പുറത്തു വരും. അങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. കണ്ണിന്റെ കളർ മാറി മാറി നിൽക്കുകയാണ്. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഹീറോ വന്നിട്ട് ആ മന്ത്രവാദിയോട് ഇങ്ങനെയും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവര് പറയുന്നത്, ഇനി അവളെ കാണുവാണെങ്കിൽ നീ ഒന്നെങ്കിൽ ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ എന്നെ വിളിക്കണം, ഇല്ലെങ്കിൽ എന്താ നടക്കുന്നതെന്ന് അറിയാലോ, നിന്നെ അവള് കൊന്നു കളയും, അവളെ നീ വിശ്വസിക്കില്ലെന്നാണ് മന്ത്രവാദി പറയുന്നത്. എന്നാൽ അവൻ എന്തായാലും വിളിക്കൂല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതും പറഞ്ഞ് മന്ത്രവാദി അവിടെ നിന്ന് പോകുന്നുണ്ട്. മന്ത്രവാദിക്ക് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല, എന്തൊക്കെയുണ്ട്. ഇനി അവര് നന്നായോ നന്നായില്ലെന്നും അറിയാൻ വയ്യ. എന്റെ ഒരു കാഴ്ചപ്പാടില് ഇതുവരെ അവര് നന്നായിട്ടുണ്ട്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഹീറോന്റെ ഇന്റർവ്യൂ ആണ്. ഹീറോ കുറെ ഗോൾഡ് മെഡൽ വാങ്ങിച്ചുകൊണ്ട് തന്നെ അവൻ ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ട്. അവർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്, നിങ്ങൾ അടിപൊളിയാണെന്നൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡ് മെഡൽ കിട്ടിയപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന ഓർമ്മ എന്താണ്? അതിന് മറുപടിയായിട്ട് അവൻ, എനിക്ക് എന്റെ ഫസ്റ്റ് ലവിനെയാണ് ഓർമ്മ വരുന്നത്, അവളുടെ പേര് സോങ്ങ എന്നാണ്. ഈ കാര്യങ്ങളെല്ലാം, അതായത് ഈ ഇന്റർവ്യൂവും കേട്ടോണ്ട് കൂട്ടുകാരൻ അവന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഹീറോന്റെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പാചകം ചെയ്യാനുള്ള സാധനങ്ങളാണ്. അതെല്ലാം വീട്ടിൽ കൊണ്ടുവച്ചിട്ട് റൂം തുറന്ന് അകത്ത് കയറുമ്പോൾ ഹീറോ അവിടെ നിന്ന് എന്തോ ചെയ്യാണ്. അവനോട് ചോദിച്ചിട്ടൊക്കെ വേണ്ട ഡോറ് തുറക്കാനെന്ന് ചോദിക്കും. എന്നാൽ ഇതൊന്നും അവൻ മൈൻഡ് ചെയ്യാതെ അവിടെ വന്നിരിക്കുകയാണ്. പിന്നീട് ഹീറോ അവിടെ പോവാൻ റെഡി ആവുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹീറോന്റെ അടുത്ത്, നീ പോയിട്ട് വാ, അപ്പോഴത്തേക്ക് ഞാൻ പാചകം ചെയ്ത് റെഡിയാക്കി വെക്കാന്നും പറയുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ ആ വീട്ടിൽ നിൽക്കുമ്പം അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതായത് ഹീറോ ഹീറോയിൻ അവനൊക്കെ ഇവിടെ കളിച്ച് നടന്നില്ലേ, ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. കുറെ നാളായി ഹീറോയിനെയൊക്കെ കണ്ടിട്ട്. ആ വിഷമം അവന്റെ ഉള്ളിലും ഉണ്ട്. ഹീറോ എവിടോട്ടാ പോകുന്നതെന്നറിയാമോ? അതായത് ഹീറോയിന്റെ അമ്മയുടെ ചേച്ചി മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ മരണച്ചടങ്ങിനാണ് പോകുന്നത്. എന്തായാലും ഹീറോ നേരെ വരുന്നത് ഹീറോയിന്റെ വീട്ടിലാണ്. അവിടെ വരുമ്പോൾ സ്റ്റാഫ് മറ്റേ ലിപ് ബാം എടുത്തു കൊടുക്കുന്നുണ്ട്. ഹീറോയിന്റെ ലിപ് ബാമേ അവന് കൊടുത്ത്, അത് അവനാണ് അർഹതപ്പെട്ടതെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ് സ്റ്റാഫ് അവളുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഹീറോ അവളുടെ റൂമിൽ ഒരു ഡ്രോയർ ഉണ്ട്, അത് തുറന്നിട്ട് അവന്റെ ഗോൾഡ് മെഡൽ അതിനകത്ത് വെക്കുന്നുണ്ട്. അതായത് കുറെ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടുന്ന ഗോൾഡ് മെഡലെല്ലാം അവളുടെ ഡ്രോയറിലാണ് അവൻ വെക്കുന്നത്. അവൻ അത്ര ഇഷ്ടമാണ് അവളെ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ഗോൾഡ് മെഡലൊക്കെ വെച്ച് അവൻ പുറത്തിറങ്ങി വരുമ്പോൾ ഇൻഫ്ലുവൻസർ മന്ത്രവാദി അവിടെ നിൽപ്പുണ്ട്. അവർ വീണ്ടും പറയുന്നത് എന്താണെന്നറിയാമോ? നീ അവളെ കാണുവാണെങ്കിൽ എന്നെ ഫോൺ വിളിക്കണം, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടണം. പിന്നീട് നിനക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ, നീ നിന്റെ മുത്തശ്ശിയുടെ കൂടെ പോകേണ്ടി വരും. പിന്നെ അവർ ചോദിക്കുന്നുണ്ട്, നീ അവളെ സ്വപ്നം കാണാറുണ്ടോന്ന്. എന്നാൽ അവൻ അത് പറയുന്നില്ല, സ്വപ്നം കാണോ ഇല്ലെന്നു. അവള് വെള്ള ഡ്രസ്സിൽ വരുവാണെങ്കിൽ അവള് മരിച്ചെന്ന അർത്ഥം. പക്ഷെ അവൾ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അവള് ജീവനോട് ഇരിക്കുന്നത് നമ്മൾ കണ്ടതില്ലേ. പക്ഷെ അവളുടെ ഉള്ളിൽ ആ പ്രേതമുണ്ട്. ഇവളെന്താ പിന്നെ ഇവരുടെ അടുത്തോട്ട് വരാത്തതെന്ന് അറിയത്തില്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഹീറോ അവനോട് എനിക്കിന്ന് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ റൂമിൽ പോയി ഡോർ അടച്ച് കട്ടിലിൽ കയറി കിടക്കുകയാണ്. ആ ലിബാമും കയ്യിൽ പിടിച്ചോണ്ട് അങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുമ്പോൾ തന്നെ അവൻ ഉറക്കത്തിലോട്ട് വീഴുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴേ, അതായത് സ്വപ്നത്തിലാണ് എണീക്കുന്നത്, അവൻ കാണുന്നത് ആ സ്കൂളാണ്, അവര് പഠിച്ച സ്കൂൾ. അവിടെ നടക്കുമ്പോൾ ആ ക്ലാസ് കാണുന്നുണ്ട്. പക്ഷെ ക്ലാസ് റൂമിന് നമ്പർ ഇല്ല. അതുപോലെ തന്നെ അകത്ത് കയറുമ്പോൾ ബോർഡിനകത്ത് നല്ലൊരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഹീറോയും കൂട്ടുകാരനും വേറെ വേറെ ക്ലാസ് ആണ്. എന്നാൽ ഈ സ്വപ്നത്തില് അവർ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ്. ഹീറോയിന്റെ ബെഞ്ചും ഉണ്ട്. അതായത് ഇത് ഹീറോന്റെ സ്വപ്നമല്ല, ഇത് ഹീറോയിന്റെ സ്വപ്നമാണ്. ഇത് അവന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഹീറോയിനെ കാണാനുമില്ല. അവൻ അങ്ങനെ ഹീറോയിന്റെ ബെഞ്ചിലിരിക്കുകയാണ്, അവളെ ഓർത്തോണ്ട്. അങ്ങനെ ഇരിക്കവേ തന്നെ അവൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. വന്ന് വിളിച്ചത് കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ വന്ന് ഫുഡ് കഴിക്കാൻ വിളിക്കുകയാണ്. ഇന്ന്
ഇന്നേരം അവൻ ചാടി എണീറ്റിട്ട് ചോദിക്കുന്നത് ഞാൻ ഹീറോയിന്റെ സ്വപ്നത്തിൽ പോയെന്നൊക്കെയാണ്. അതുപോലെ തന്നെ നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ നീ വേറെ ആരുടെയെങ്കിലും സ്വപ്നത്തിൽ നിൽക്കുന്നത് പോലെ? ഇവ സ്വപ്നം കാണുന്നെങ്കിൽ ഹീറോയും കൂട്ടുകാരനും വേറെ വേറെ ഡിവിഷനിലുള്ള സ്വപ്നമല്ലേ കാണത്തുള്ളൂ. ഇങ്ങനൊരു സ്വപ്നം അവൻ കാണത്തില്ല. അവൻ ഇപ്പൊ കണ്ടേക്കുന്നത് ഹീറോയിന്റെ സ്വപ്നമാണ്. കാരണം ഇവർ 2 ഡിവിഷനിലായത് ഹീറോയിൻ അറിയത്തില്ല. അതാണ് ഇവിടെ നടക്കുന്നത്. അവൻ ആ സ്വപ്നത്തിൽ നിന്ന് പോയ ഉടനെ അവിടെ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നു. ആ ഷെൽഫിൽ നിന്ന് ഹീറോയിനും പിന്നെ ആ പ്രേതവും പുറത്തിറങ്ങി വരുന്നുണ്ട്. പ്രേതത്തിന്റെ രൂപം ഹീറോന്റെ രൂപമാണ്. ഹീറോയിന് നല്ല വിഷമം ഉണ്ട് കേട്ടോ. അവൻ വന്നിട്ടും അവന്റെ അടുത്ത് മിണ്ടാൻ പറ്റാത്തത്. അവള് മിണ്ടിയാൽ അവൻ എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അവള് മിണ്ടാത്തത്. എന്തായാലും പ്രേതം ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നാ പിന്നെ അവന്റെ അടുത്ത് മിണ്ടിക്കൂടെ, സ്വപ്നമല്ലേ, ഒന്നും പറ്റത്തില്ലല്ലോ എന്ന്. പക്ഷെ അവൾക്ക് നല്ല പേടിയുള്ളതുകൊണ്ടാണ് അവള് മിണ്ടാത്തത്. അതുപോലെ തന്നെ അവൾ ആ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. അവൻ ഈ ബെഞ്ചിൽ ഇരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് നോക്കുമ്പോൾ ബോർഡിൽ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം കാണുകയാണ്. ഇത് കണ്ട അവള് പ്രേതത്തിനോട് ഇതാരാ വരച്ചെന്ന് ചോദിക്കുമ്പോൾ പ്രേതം പറയുന്നത് നീയാണ് വരച്ചതെന്നാണ്. എന്നാൽ ഹീറോയിന് പോലും ഓർമ്മയില്ല, എന്താണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ അവൾ അവളുടെ കയ്യിൽ നോക്കുമ്പോഴാണ് ചോക്ക് പൊടി ഇരിക്കുന്നത് കാണുന്നത്. അതായത് അത് വരച്ചത് അവള് തന്നെയാണ്, പക്ഷെ അവൾക്ക് ഓർമ്മയില്ല. ഇവിടെ ഹീറോ ആ സ്വപ്നത്തിനെ പറ്റി തന്നെ ആലോചിക്കുകയാണ്. അവൻ ബോഡി കണ്ട പടം വേറൊന്നുമല്ല, ആൺമന്ത്രവാദിയുടെ വീടാണ്. വീടല്ലെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആൺമന്ത്രവാദിയുടെ അടുത്ത് നമ്മുടെ ഹീറോയിൻ വന്നിട്ടുണ്ട്. എന്നാൽ ഹീറോയിൻ ആണോ പ്രേതമാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അവളുടെ കോലമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു ബാഡ് ഗേൾ ഫീൽ പോലെ. അവള് വന്ന് മന്ത്രവാദിയെ കണ്ടത് എന്തിനാണെന്നറിയാമോ? അതായത് ഹീറോനെ ശപിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ മരിച്ചു പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ചിലപ്പം അവൻ അവളെ തേടി വരാതിരിക്കാൻ വല്ല ശാപമായിരിക്കും. അത് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. എന്നാൽ മന്ത്രവാദി ഇത് നിരസിക്കുകയാണ്. ഇങ്ങനെ അവരിരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഹീറോ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഹീറോയ്ക്ക് ആ ബോഡി കണ്ടത് ഈ വീടാന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് ഡോറി കൊട്ടാണ് തുറക്കാൻ പറഞ്ഞിട്ട്. എന്നാൽ ഇയാൾ പെട്ടെന്ന് തന്നെ ഹീറോയിനെ അവിടുത്തെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, ആ പെട്ടിയിൽ അടച്ചു വെക്കുകയാണ്. ഹീറോനെ അകത്ത് വിളിച്ചുകൊണ്ടിരുത്താണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ ആ പെട്ടിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കേൾക്കും. അതായത് ആ ഹീറോയിനെ അതിനകത്ത് ഇരുന്നിട്ട് ശ്വാസം കിട്ടുന്നില്ല, അതിനകത്ത് ഇങ്ങനെ അമങ്ങിയിരിക്കുകയാണ്. ഈ നേരം ഇൻഫ്ലുവൻസർ മന്ത്രവാദി അവരുടെ വീട്ടിലുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫ് അവിടേക്ക് വൃത്തിയാക്കുകയാണ്. ഇനി മന്ത്രവാദം വല്ലതും വന്നാലോ, അതുകൊണ്ടാണ് വൃത്തിയാക്കുന്നത്. ഇന്നേരം ഇൻഫ്ലുവൻസർ മന്ത്രവാദിയുടെ കയ്യിൽ ഒരു തുണിയുണ്ട്. അതിന്റെ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കാറുണ്ട്. അതായത് ഇൻഫ്ലുവൻസർ മന്ത്രവാദിക്ക് കുട്ടി ഉണ്ടായപ്പം അമ്മ ഉണ്ടാക്കി വെച്ച തുണിയാണ്. അതിനകത്ത് ചെറിയ പൂജകളൊക്കെ ചെയ്ത് ചില സിമ്പിളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ട്. എന്നാൽ കുട്ടി മരിച്ചുപോയി, കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അമ്മ മരിച്ചു പോയതിനു ശേഷമാണ് സ്റ്റാഫ് ഇൻഫ്ലുവൻസർ മന്ത്രവാദിക്ക് അതെടുത്ത് കൊടുക്കുന്നത്. ഇൻഫ്ലുവൻസർ മന്ത്രവാദിക്ക് ഇത് കണ്ടപ്പോൾ വിഷമമാവുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ കുറച്ച് സാധനങ്ങൾ ആ പെട്ടിക്കകത്തുണ്ട്. ആ പെട്ടിയുടെ കൂട്ടത്തിൽ തന്നെ ആ ലിബാമും ഉണ്ട്. ഇത് കാണുന്ന ഇൻഫ്ലുവൻസർ മന്ത്രവാദിയാണ് സ്റ്റാഫിനോട് പറഞ്ഞത് ഇത് നമുക്ക് അവകാശപ്പെട്ടതല്ല, ഹീറോയ്ക്ക് അവകാശപ്പെട്ടത് അവന് കൊടുക്കാൻ. ഇത് കേട്ടിട്ടാണ് സ്റ്റാഫ് അവന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഇൻഫ്ലുവൻസർ മന്ത്രവാദി ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇവർക്കിനി വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നും അറിയാൻ പാടില്ല. ഇവരിനി നല്ല ആളാണോ ദുഷ്ട ആളാണോ എന്തോ, അതൊക്കെ ഇനി നമുക്ക് പോകുമ്പോൾ അറിയാം. ഇനി ഒറ്റ എപ്പിസോഡൂടെ ബാക്കിയുള്ളെന്ന് തോന്നുന്നു. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ നേരം ഹീറോ ഇവിടെ മന്ത്രവാദിയായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. ആ നേരം അവനൊരു ഫീല് ഹീറോയിൻ ഇവിടെ ഉള്ള കണക്ക്. അത് മന്ത്രവാദിയുടെ അടുത്ത് പറയുമ്പോൾ നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയും. എന്നാൽ ഇതേ സമയം പെട്ടി പൊട്ടിച്ച് അവളെ മണ്ടയിലോട്ട് പൊങ്ങി വരും. എനിക്ക് ശ്വാസം മുട്ടുന്നതാന്ന് പറഞ്ഞിട്ട്. ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് അത്ഭുതം. കുറെ നാൾക്ക് ശേഷമാണ് ഹീറോയിനെ കണ്ടിരിക്കുന്നത്. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ വേറൊരു രീതിയിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഹീറോയിൻ ഒന്നും ചിന്തിച്ചില്ല. അവന്റെ വയറ്റിനിട്ട് ഒരു ഇടി കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടി പോവാണ്. ഇവളുടെ ദേഹത്ത് മിക്കവാറും ആ പ്രേതമായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത്. എന്തായാലും ഇവളെ ഫോളോ ചെയ്ത് ആ ബീച്ചിൽ കൂടെ ഓട്ടിച്ചിട്ട് അവളെ പിടിക്കുകയാണ്. ഇവളെ പിടിച്ചുടനെ ഇവളൊന്നും ചിന്തിക്കാതെ തന്നെ അവനൊരു മുത്തം കൊടുക്കുകയാണ്. കിസ് കൊടുത്തതിന് ശേഷം അവൻ ഇത് നീയല്ലേന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നത് ഇത് ഞാനല്ല, ഞാൻ അവളല്ല എന്ന്. ഇതും കാണിച്ചുകൊണ്ടാണ് 11ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.